ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ സമയം 4 മണി. അപ്പം ഞങ്ങളെല്ലാവരും ഒന്ന് നേരത്തെ എഴുന്നേറ്റുണ്ട് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും ഒരു സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കൂടിയിട്ട് ഇന്നൊരു അമ്പലങ്ങളിലേക്ക് പോവാണ്. ഞങ്ങൾ മാത്രമല്ല വേറെ ആൾക്കാരും ഉണ്ട്. അപ്പം നമ്മുടെ വണ്ടി കുറച്ച് ദൂരെയാണ് കിടക്കുന്നത്. അപ്പം നമ്മൾ 5:15 അവിടെ എത്തണം. അപ്പം ഞങ്ങൾ അപ്പോഴേക്കും എല്ലാവരും ഒരുങ്ങി റെഡി ആവട്ടെ കേട്ടോ. ഞങ്ങളിത് അമ്പലത്തിൻ്റെ അവിടേക്ക് പോവാണ് കേട്ടോ. ഭയങ്കര ഇരുട്ടാണ്. ഇപ്പോൾ സമയം 5:15. ഇരുട്ടായ കാരണം കാണുന്നില്ല കേട്ടോ ഗൈസ്. നമുക്ക് അവിടെ പോയിട്ട് കാണാം. ഹായ് ഗൈസ്, അപ്പം ഞങ്ങളിത് അമ്പലത്തിലെത്തിയിട്ടാ. അമ്മ വാളത്തുണ്ട് ഗൈസ്. അപ്പം നമുക്ക് അവരുടെ അടുത്തേക്ക് പോവാം കേട്ടോ. ഇവരൊക്കെ നമ്മുടെ കൂടെ വരണവരാട്ടോ. അത് വണ്ടി വന്നു ഗൈസ്. ഇതാണ് നമ്മൾ പോണ വണ്ടി അമ്പലേശ്വരത്തേക്ക്. അതിനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഗൈസ്, ഞങ്ങളുടെ ഇഡ്ഡലി കഴിക്കലൊക്കെ കഴിഞ്ഞു. നമ്മുടെ ഞങ്ങളൊരു ഭക്ഷണം ഹായ് ഗൈസ്. അപ്പം ഞങ്ങളിത് മരുത്തമലയിൽ എത്തിയിട്ടുണ്ട്. ചേച്ചി പോയി. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവാണ് കേട്ടോ. ഭയങ്കര വെയിലാണ് കേട്ടോ. കേട്ടോ, എല്ലാവരും കുട ചൂടിയിട്ടാണ് നടക്കണേ. അമ്പലം അങ്ങോട്ട് ദൂരെയാണ് കേട്ടോ. അപ്പം ഞാനതൊക്കെ കാണിച്ചു തരാം. പിന്നെ ഞങ്ങളുടെ കൂടെ വന്ന നമ്മുടെ കൂടെ വന്ന ആൾക്കാരൊക്കെ നേരത്തെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ അവിടെ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണിച്ചു തരാം. നമ്മുടെ അമ്പലം എന്താ അവിടെ കാണുന്നത് കണ്ട ഗൈസ്, ചെറുതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ അവിടെ പോയിട്ട് കറക്റ്റായിട്ട് കാണിച്ചു തരാം. ഇവിടെ ഇങ്ങനെ ആൾക്കാർ അങ്ങനെ കടകൾ അതൊക്കെ കുറവാണ് കേട്ടോ. ഞാൻ എൻ്റെ മുകളിലേക്ക് എല്ലാവരും കയറണം. അപ്പം ഞാൻ കാണിച്ചു. അയ്യോ ഗൈസ്, അപ്പോൾ ഇതൊക്കെ ഈ ഒരു വരി ബസ്സിന് പോണതാണ് കേട്ടോ. പിന്നെ നേരെ കാണാനത് നമുക്ക് നടന്ന് പോകാനുള്ളതാട്ടാ. ഇതിൽ ബസ്സിന് പോകണമെങ്കിൽ നമുക്ക് ടിക്കറ്റൊക്കെ എടുക്കണം. അതാണ് ഈ വരി. അപ്പം നമുക്ക് നടന്നു പോവാം കേട്ടോ. നടന്നു പോയാൽ കുറേ സംഭവങ്ങളൊക്കെ കാണാനുണ്ട്. അപ്പം നമുക്ക് അവിടെ പോയിട്ട് കാണാം. അപ്പം ഗൈസ്, ഞങ്ങളിതൊരു പൂവും മേടിച്ചിട്ടുണ്ട് കേട്ടോ. കൊടുക്കുന്നുണ്ട് ആര് ഞങ്ങളിവിടെ കേറിയിട്ടാ. ഇനി നമുക്ക് ഇവിടെ എത്ര പടികളുണ്ട്? അതെ, നമുക്ക് കേറി പോവാട്ടോ. ഇനി ഒരുപാട് കയറാനുണ്ട് കേട്ടോ. ഇനി ഒരുപാട് കയറാനുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് കയറിയിട്ടുള്ളൂ. അപ്പോഴേക്കും കതിച്ചു തുടങ്ങിട്ടാ. ഞാനും ചേച്ചി അമ്മ എല്ലാവരും. അപ്പോൾ പരമാവധി
പരമാവധി അല്ല ഫുള്ള് കയറണം. അപ്പം ഭയങ്കര ക്ഷീണമാകുമ്പോൾ നമുക്ക് ഇവിടെ കാണുന്ന ഈ സ്റ്റെപ്പുമൊക്കെ നമുക്ക് ഇരിക്കാം കേട്ടോ. നമ്മുടെ തുണ്ടു. പിന്നെ അത് മാത്രമല്ല ഭയങ്കര കാല് പൊള്ളലുണ്ട് കേട്ടോ. നമുക്ക് വേഗം വേഗം കയറി മുകളിലേക്ക് എത്താം. ഈശോ കണ്ടതാണ് റോഡ് കേട്ടോ. അതിൽ കൂടെ ബസ് നമുക്ക് മുകളിലേക്ക് പോവാം. കുറച്ചും കൂടി ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ 101ാമത്തെ പടിയാണ് കയറുന്നത് കേട്ടോ. കണ്ടോ ഗൈസ് ഇവിടെ. പിന്നെ ഞങ്ങളുടെ കൂടെ വന്ന ചേട്ടന് തീരെ വയ്യ കേട്ടോ. വീഡിയോ ഞാൻ പറയാം, അവിടെ കൂടെ വന്ന ചേട്ടന് തീരെ വയ്യ കേട്ടോ. അത് ചേട്ടൻ ഇരിക്കണേ. അപ്പൊ ഞങ്ങക്ക് തീരെ വയ്യാത്തത് ഇനി ഒരടി നടക്കാൻ വയ്യ. ഞങ്ങളുടെ കൂടെ വന്ന ആൾക്കാർ ഇതുവരെ എത്തിയിട്ടില്ല കേട്ടാ. അവര് പതുക്കെ വരുന്നുണ്ട്. ഇനി ബാക്കി നമുക്ക് അമ്പലത്തിൽ പോയിട്ട് എടുക്കാം. അങ്ങനെ ഫൈനലി ഞങ്ങളിവിടെ അത് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് അമ്പലത്തിൻ്റെ ഉള്ളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഞങ്ങൾ അമ്പലത്തിൻ്റെ അവിടെ എത്തിയിട്ടാ. ഇനി നമ്മൾ ഈ പടിയും കൂടി കയറണം. അപ്പം ഞാനത് കയറട്ടെ കേട്ടോ. മാളു അമ്പലത്തിൽ പോയി തൊഴുതിറങ്ങി. ഇപ്പം ഞങ്ങൾ വന്ന വഴി തന്നെ വീണ്ടും ഇറങ്ങാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ബസ്സിൽ പോയി ഇരിക്കട്ടെ. അപ്പോൾ അങ്ങനെ ഫുഡ് കഴിക്കണ നേരമായിട്ട്. അപ്പോൾ ഫുഡിന് ചോറുണ്ടായിരുന്നു, സാമ്പാർ, പപ്പടം, കാളൻ, പിന്നെ കായും പയറുപ്പേരി, പിന്നെ വെള്ളം. പിന്നെ അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ പോണത് അടുത്തത് ഇഷയിലേക്കാണ് കേട്ടോ. ഹായ് ഗായ്സ്. അപ്പം ഞങ്ങളത് ആദിയോഗ്യയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ 7:30ക്കാണ് ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ. അപ്പം അതുവരെ ഇവിടെ തന്നെ ഇരിക്കണം. നമുക്ക് കുറച്ച് സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഞാൻ നമ്മുടെ മാളുട്ടി ആകെ തുണ്ടപ്പനാകെ ക്ഷീണിച്ച് വയ്യാണ്ടായിട്ടുണ്ട്. ബാക്കി വിശേഷങ്ങൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. Leads to many other problems. So one simple way to solve this problem is to raise our voice for some. This spectacular being is not of the past. അപ്പം അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ നേരത്തെ ബസ്സിൽ കയറിയിട്ടെങ്കിൽ നേരെ പോണത് ഹോട്ടലിലേക്കാണ്. അപ്പോൾ രാത്രിയിലത്തെ ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പോൾ അത് കഴിക്കാൻ പോവാണ്. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് നേരെ ബസ്സിൽ കയറി ഫുള്ള് ഡാൻസ് ആയിരുന്നു. ഹായ് ഗായ്സ്. അപ്പം ഞങ്ങൾ വീട്ടിലെത്തി. എനിക്ക് അധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതേ വീട്ടിലെത്തി കുളിച്ച് ആണ് ഞാൻ നിങ്ങളോട് പറയണത്. ഇപ്പോൾ ഭയങ്കര സുഖമുണ്ട്. ഇനി വേണം കിടന്നുറങ്ങാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരാം. അപ്പോൾ ഓക്കെ, ബായ്.